കാർഷിക കേരളത്തിന്റെ നാൾവഴിയിൽ നെല്ലറയുടെ നാടായ പാലക്കാടിന്റെ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ണമ്പ്ര പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾക്ക് ഏറെ കഥകൾ പറയാനുണ്ട്. നിലമുഴുത് വിത്തെറിഞ്ഞ് നൂറുമേനി കൊയ്തെടുത്ത കാർഷിക സമൃദ്ധിയുടെ മലയാള പാരമ്പര്യം ഹൃദയമിടിപ്പുകൾ പോലെ ചേർത്ത് വെക്കുകയാണ് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്ത്. പഴയ കാർഷിക സംസ്കാരം തിരിച്ചു കൊണ്ടുവരിക, പുതിയ തലമുറയ്ക്ക് ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പഴയ കാർഷിക സംസ്കാരം കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്യാൻ എൻ്റെ മനസ്സിൽ ആശയം തോന്നി. നെൽകൃഷി വികസന പദ്ധതി പ്രകാരം കൃഷിവകുപ്പിന്റെ സഹായത്തോടെ പഞ്ചായത്തിലെ ചേരുംകോട് പന്നിക്കോട് മിനി റൈസ് കുത്തരി മിൽ കണ്ണമ്പ്ര കുത്തരി എന്ന പേരിൽ സ്വന്തം മണ്ണിൽ വിളയിച്ച് അരിയാക്കി സ്വന്തം നാട്ടിൽ തന്നെ വിതരണം ചെയ്യുന്നു. 80 ഹെക്ടർ ഭൂമിയിൽ പാടശേഖര കൂട്ടായ്മയുടെയും സഹായത്തോടുകൂടി ഒരു സീസണിൽ 40 ടൺ നെല്ല് ഉൽപ്പാദിപ്പിച്ചു വരുന്നു. വർഷത്തിൽ 2 സീസണുകളിലായി 80 ടൺ നെല്ലാണ് കണ്ണമ്പ്ര കുത്തരിയായി വിപണിയിലെത്തുന്നത്. ഇതിനായി പഞ്ചായത്തിന്റെ ഇക്കോ ഷോപ്പും ഇൻഹറന്റ് എന്ന സ്വകാര്യ ഏജൻസിയും വിതരണ ചുമതല നിർവഹിക്കുന്നു. പൂർണ്ണമായും ജൈവവളത്തിൽ ഉൽപാദനം എന്ന ശ്രമകരമായ വെല്ലുവിളിയാണ് കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധങ്ങളായ കർഷക സമൂഹങ്ങൾ പഞ്ചായത്തുമായി സഹകരിച്ച് ഒരു യജ്ഞം പോലെ നിർവഹിച്ചു വരുന്നത്. പരിപൂർണ പ്ലാസ്റ്റിക് വിമുക്ത ഗ്രാമപഞ്ചായത്തിനായി കിണഞ്ഞു പരിശ്രമിക്കുന്ന ഹരിതകർമ്മസേനയും അവരുടെ പ്രവർത്തനങ്ങളും ഈ നാടിന് ഏറെ അഭിമാനകരമാണ്. പഞ്ചായത്തിലെ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് സംസ്കരിച്ച് ടാറിങ്ങിനായി ബിറ്റ്വെനിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നു. 2015 ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്നപ്പോൾ ഞാൻ പഞ്ചായത്തിൻ്റെ 16 വാർഡിലെയും സംബന്ധിച്ച് ഒരു പഠനം നടത്തിയിട്ട് ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. 26,000-ഓളം വരുന്ന ജനസംഖ്യയാണ് പഞ്ചായത്തിലുള്ളത്. ഈ 26,000-ഓളം വരുന്ന ജനസംഖ്യയ്ക്ക് വേണ്ട ഭക്ഷ്യധാന്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുക എന്ന ഒരു രീതി നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ, ഉൽപ്പാദിച്ച് ഉപയോഗിക്കുക എന്നുള്ളൊരു ശീലം നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളിലും എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്താൽ നടക്കുമോ എന്നുള്ളൊരു ആശങ്ക ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകൾ, കൃഷി വകുപ്പ്, അതുപോലെ തന്നെ നമ്മുടെ മൃഗസംരക്ഷണം, പിന്നെ പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പ്, പഞ്ചായത്ത് ഭരണസമിതിയിലെ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആദ്യം രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാതെ നെല്ല് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു ആശയം ആദ്യം വന്നത്. അങ്ങനെയാണ് ചേറുംകോട് പന്നിക്കോട് പാടശേഖരത്ത് 2016-17 സാമ്പത്തിക വർഷമാണ് തുടക്കം കുറിച്ചത്. കീടനാശിനി ഒഴിവാക്കണമെന്ന് കൃഷിക്കാരനോട് പറഞ്ഞപ്പോൾ കുറേ കൃഷിക്കാർ ചെറുപ്പത്തിൻ്റെ എടുത്തുചാട്ടമാണ്, നോക്കി ചെയ്താൽ മതി എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അന്നത്തെ കൃഷി ഓഫീസറായിരുന്ന ഉണ്ണിരാജ് അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി പാടവരമ്പിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്താൽ ഈ കീടങ്ങളെല്ലാം ചെണ്ടുമല്ലിയിലേക്ക് ആകർഷിക്കുക, നെല്ലിലേക്ക് പോകില്ല എന്നുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നെല്ല് ചെണ്ടുമല്ലി നല്ല വിജയമായിരുന്നു. നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ഉൽപ്പാദനം അവിടെ ഉണ്ടായി. അപ്പോൾ വലിയ സംതൃപ്തി തോന്നി, വലിയ ആവേശം തോന്നി. അങ്ങനെയാണ് എല്ലാ പാടശേഖരങ്ങളിലേക്കും അത് വ്യാപിപ്പിച്ചു. പിന്നീട് അത് ഉണ്ടാക്കിയ നെല്ല് അരിയാക്കി അതിപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റിൽ നടക്കുന്നു. ഇതിനു പുറമെ പച്ചക്കറി ഉൽപ്പന്നങ്ങളായ ഇഞ്ചി, മഞ്ഞൾ, പയർ, വെണ്ട, കോവയ്ക്ക, പാവയ്ക്ക തുടങ്ങിയ പച്ചക്കറികളും ഈ നാട്ടിലെ കൃഷിയിടങ്ങളിൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തിവരുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ പാലിലേക്ക്. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഓണ സീസണിൽ പാല് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ വെച്ച് പരിശോധിച്ചപ്പോൾ വലിയ മായം കലർന്ന പാല് 2 കണ്ടെയ്നറാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം കഴിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ മക്കളാണ്. അപ്പോൾ കണ്ണമ്പ്ര പഞ്ചായത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നൊരു ലക്ഷ്യത്തോടു കൂടി എല്ലാ വർഷവും ഒരു 60 കറവ പശുക്കളെ സബ്സിഡി കൊടുത്തുകൊണ്ട്
പഞ്ചായത്ത് പ്രൊജക്റ്റ് വെച്ചു. അത് നന്നായി നടക്കുന്നു. ജൈവവളത്തിനാവശ്യമായ ചാണകത്തിനും ഗോമൂത്രത്തിനും മറ്റുമായി സ്നേഹദീപം കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഗോശാലയും പ്രവർത്തിക്കുന്നു. ഗോശാലയിൽ 12 കറവ പശുക്കളും അവയുടെ കുട്ടികളുമുണ്ട്. ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ശുദ്ധമായ പശുവിൻ പാൽ ഇവിടുത്തെ ക്ഷീരസംഘങ്ങൾ വഴി തന്നെ ഈ നാട്ടിലെ ആളുകളിലെത്തിക്കുന്നു. ആ പാലും നല്ല ഡിമാൻഡാണ്. അപ്പോൾ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ ചെയ്യാൻ തയ്യാറായി നിന്നാൽ എന്തും നമുക്ക് നടക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുള്ളത്. കൃഷിക്കാരുടെയും ഭരണസമിതിയുടെയും കൂട്ടായ പ്രവർത്തനത്തോടുകൂടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പൊതുകുളങ്ങളിലൂടെയും സ്വകാര്യ കുളങ്ങളിലൂടെയും മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്ത് പ്രകൃതിദത്തമായ തീറ്റയിലൂടെ വളർത്തിയെടുത്ത മീനുകളെ ഇക്കോ ഷോപ്പുകൾ വഴി വിൽപ്പന നടത്താനുള്ള ശ്രമത്തിലാണ് കർഷകരും പഞ്ചായത്തും. അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുളങ്ങളെല്ലാം നവീകരിക്കുകയും ആ കുളത്തിൽ കേരള ഗവൺമെന്റിന്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മത്സ്യക്കുഞ്ഞുങ്ങൾ ഈ കുളങ്ങളിൽ നിക്ഷേപിച്ച് അവിടേക്ക് നല്ല ഉൽപാദനമാണ് ഇപ്പോൾ നടക്കുന്നത്. ആരോഗ്യകരമായ നാളേക്കു വേണ്ടി കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തും ഈ നാട്ടിലെ നല്ലവരായ കർഷകരും കൈകോർക്കുകയാണ്.